ആറ്റുകാൽ പൊങ്കാലയ്ക്ക് KSRTC സർവീസുകൾ മാത്രമേ ഉള്ളൂ, എസ്പെഷ്യലി ഇലക്ട്രിക് സർവീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ KSRTC ബസ്സുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം അവിടെ സൈഡിൽ സംഭവം നിൽപ്പുണ്ട്. ഇപ്പോൾ അടുത്തൊരു ബസ് വന്നു, ആ ഒരു ബസ് റിവേഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വരും. ആ 2 ബസ് കിടപ്പുണ്ട്. ഒരു ബസ് ഇതാ വീണ്ടും വന്നു. ഈ ബസ് വന്ന സമയത്തിൻ്റെ തിരക്ക് നോക്കി, ഭയങ്കര തിരക്ക് കേട്ടാ. ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ, ഒരു 10 ലക്ഷം പേരാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ആൾക്കാർ മാക്സിമം ബസ്സിലാണെങ്കിൽ ഫില്ലാക്കിയതിന് ശേഷമേ അടുത്ത ബസ്സിലോട്ട് സംഭവം വിടത്തുള്ളൂ. അടുത്ത ബസ് ഡോർ ഓപ്പൺ ചെയ്യും. ഒരു ബസ്സാണ് ഇതാവുന്നു. ബസ് തിരക്ക് നോക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ബസ് 2 സൈഡ് സംഭവം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല തിരക്ക്. ദൂരം നിന്ന് വരുന്ന ഭക്തജനങ്ങളാണ് കൂടുതലായിട്ടും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് KSRTC ബസ് ആശ്രയിക്കുന്നത്. നല്ല രീതിയിലുള്ള നമ്പേഴ്സ് ബസ്സാണെങ്കിൽ ഇവിടെ വരും. ഓക്കെ, KSRTC ബസ്സിൽ കയറാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ഒരു തള്ളും തിരക്കും കണ്ട. ഒരു ബസ് ആക്ച്വലി ഇതാ സംഭവം പോകുന്നുണ്ട്. അടുത്ത ബസ് വന്നിട്ടുണ്ട്. അടുത്ത ബസ് മാക്സിമം ആൾക്കാരെ നിറച്ചിട്ടാണ് സംഭവം പോകുന്നത്. ഈ ബസ്സിൽ ആൾക്കാർ നിറഞ്ഞിട്ടേക്കും ആ ബസ്സിൽ ആ സംഭവം പോകുന്നുണ്ട്. അടുത്ത ബസ് എല്ലാ ബസ്സും കിഴക്കേക്കോട്ട വരയ്ക്കാണ് സംഭവം പോകുന്നത്. കിഴക്കേക്കോട്ട വരയ്ക്ക് മാക്സിമം ആൾക്കാരെ ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് മാക്സിമം ആൾക്കാരാണെങ്കിൽ ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. നല്ലൊരു സർവീസ് തന്നെയാണ് KSRTC നടത്തുന്നത്. ഈ ബസ് ഈ ബസ്സിലെ ആൾക്കാരെ ഓൾമോസ്റ്റ് തീരാറായിപ്പിക്കുന്നത് അടുത്ത ബസ് വന്നു. ഇവരുടെ തൊട്ടടുത്ത് തന്നെയാണ് മാക്സിമം ബസ്സിലാണെങ്കിൽ ഇവിടെ ഉള്ളത്. ആ ബസ് തീർന്നിട്ടെങ്കിൽ അടുത്ത ബസ്സും വരുന്നുണ്ട്. അപ്പോൾ KSRTC സർവീസ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സേവനം തന്നെയാണ് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, എല്ലാം നല്ല കാര്യങ്ങൾ. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു കവാടം. ഭക്തജനങ്ങളെ ഇഷ്ടംപോലെ പേര് വരുന്നത് വൈകിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. 10 ലക്ഷത്തോളം ഭക്തജനങ്ങളെ ഇത്തവണ വരും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്.